വുമൺ ഹേറ്റ് മെൻ, മെൻ ഹേറ്റ് വുമൺ. ഇങ്ങനെ രണ്ടിനെയും ഒരേ സെന്റൻസിൽ കമ്പയർ ചെയ്യുന്നത് വളരെ ഈസിയാണ്. പക്ഷേ വൈ എന്നൊരു ചോദ്യം നമ്മൾ ചോദിക്കണം. ഒരു സ്ത്രീക്ക് പുരുഷന്മാരോട് ഫിയർ ഉണ്ടാകാൻ കാരണമാകുന്നത് എന്താണ്? റേപ്പ്, മൊലസ്റ്റേഷൻ, ആസിഡ് അറ്റാക്സ്, ഡൊമസ്റ്റിക് വയലൻസ്, ഡൗറി അബ്യൂസ്, ഹറാസ്മെന്റ്, കൺട്രോൾ, അബ്യൂസ്. ഇതൊക്കെ ഒരു സ്ത്രീ കേൾക്കുന്ന വാർത്തകൾ മാത്രമല്ല, ചിലപ്പോൾ അവൾ തന്നെ അനുഭവിച്ച കാര്യങ്ങളാണ്. അതുകൊണ്ട് ചില സ്ത്രീകൾ പുരുഷന്മാരെ ഡിസ്ട്രസ് ചെയ്യുമ്പോൾ അത് എല്ലായ്പ്പോഴും ഹേറ്റ്രഡ് ആയിരിക്കണമെന്നില്ല. സംടൈംസ് ഇറ്റ് ഈസ് ഫിയർ, ഇറ്റ് ഈസ് ട്രോമ, ഇറ്റ് ഈസ് സെൽഫ് പ്രൊട്ടക്ഷൻ. പക്ഷെ മറുവശത്ത് ഒരു സ്ത്രീക്ക് സ്വന്തം ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ ടൂ മച്ച് ആറ്റിറ്റ്യൂഡ്, അവൾ സ്വന്തം തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അവൾക്ക് റെസ്പെക്റ്റ് ഇല്ല, അവൾ ബൗണ്ടറീസ് വെച്ചാൽ അവൾ മാറിപ്പോയി, അവൾ നോ എന്ന് പറഞ്ഞാൽ ഇത്ര ഈഗോ എന്തിനാണ്, അവൾ സെൽഫ് റെസ്പെക്ട് കാത്തു സൂക്ഷിച്ചാൽ ഇന്നത്തെ പെൺകുട്ടികൾക്ക് തലക്കനം കൂടുതലാണ്. So, sometimes a woman's independence becomes a man's insecurity. ഒരു സ്ത്രീയെ കൺട്രോൾ ചെയ്യാൻ കഴിയാത്തത് അവളുടെ തെറ്റല്ല. അവൾക്ക് സ്വന്തം വോയിസ് ഉണ്ടെന്നത് അവളുടെ അറഗൻസ് അല്ല. അവൾക്ക് സെൽഫ് റെസ്പെക്ട് ഉണ്ടെന്നത് അവൾക്ക് ലവ് അറിയില്ല എന്നതുമല്ല. ആൻഡ് ദിസ് ഈസ് വേർ വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസസ്. സ്ത്രീകൾ എല്ലാ പുരുഷന്മാരെയും വെറുക്കുന്നില്ല, പുരുഷന്മാരും എല്ലാ സ്ത്രീകളെയും വെറുക്കുന്നില്ല. പക്ഷേ വുമൻ ആർ ആസ്കിംഗ് ഫോർ സേഫ്റ്റി, വുമൻ ആർ ആസ്കിംഗ് ഫോർ റെസ്പെക്ട്, വുമൻ ആർ ആസ്കിംഗ് ഫോർ ഇക്വാലിറ്റി. അതിനെ ഹേറ്റ്രഡ് ആയി കാണരുത്. ഒരു സ്ത്രീയുടെ നോ നിങ്ങളുടെ അപമാനം അല്ല, അവളുടെ സെൽഫ് റെസ്പെക്ട് നിങ്ങളുടെ ഈഗയുടെ ശത്രുവുമല്ല. ബിക്കോസ് എ വുമൻ ഹു നോസ് ഹെർ വർത്ത് ഈസ് നോട്ട് എ ത്രെറ്റ് ടു എ ഗുഡ് മാൻ. അവൾക്ക് ഫ്രീഡം കൊടുക്കാൻ കഴിയുന്ന പുരുഷൻ അവളെ നഷ്ടപ്പെടുമെന്ന് പേടിക്കേണ്ടതില്ല. കാരണം നല്ലൊരു റിലേഷൻഷിപ്പിൽ ഒരാൾ മറ്റൊരാളെ കൺട്രോൾ ചെയ്യുകയല്ല, ദേ റെസ്പെക്ട് ഈച്ച് അതർ. സോ സ്റ്റോപ്പ് ആസ്കിംഗ് who hates who more. Instead ask, why are women afraid? And why does a woman's freedom make someone uncomfortable? Maybe അവിടെ നിന്നാണ് യഥാർത്ഥ കോൺവെർസേഷൻ തുടങ്ങേണ്ടത്.